ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി.ജെ.പി 5 സീറ്റ് നേടുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെയുണ്ടാകും. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ ഇത്തവണ കേരളത്തിനില്ല. തെരഞ്ഞെടുപ്പിൽ അയോധ്യ വിഷയം അജണ്ടയല്ല, രാമൻ ജനങ്ങളുടെ വികാരമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ബാബറിന്റെ ആരാധകരല്ലെന്നും ജാവ്ദേക്കർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. In 2019, Congress got 19 seats just because voters thought that Rahul will become Prime Minister. But now nobody has that expectation. Everybody knows that Modi is going to be Prime Minister. So many people, those who don't want to waste their vote, are voting for BJP, and we will win at least 5 seats, at least. So Ram Temple is a fight for 500 years. The Ram is not an election issue, it's an emotional issue. Muslims here are Indian, are Bharat, and they are from this land. They have the same blood running through, and therefore we don't discriminate in any religion. വിവരങ്ങൾ നൽകാൻ രഞ്ജിത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകൾ, അയോധ്യ വിഷയമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ബി.ജെ.പി അയോധ്യയെ മുൻനിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ തന്നെയുള്ള നീക്കത്തിനിടയിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ബി.ജെ.പി 5 സീറ്റ് നേടുമെന്ന അടക്കം കാര്യങ്ങൾ പറയുന്നത്. മറ്റെന്തൊക്കെ അദ്ദേഹം പറയുന്നു? ശ്രുതി, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കൊടുത്തിരുന്നു. ജനുവരി 30-ന് മുമ്പ് കേരളത്തിലെ 4 സീറ്റുകളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും, വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കും എന്ന മട്ടിൽ. ഇപ്പോൾ ബി.ജെ.പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് കേരളത്തിൽ നിന്ന് ബി.ജെ.പി 5 സീറ്റുകൾ ചുരുങ്ങിയത് നേടും എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് 2019-ൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ആകെ വോട്ട് ചെയ്തപ്പോഴാണ് കോൺഗ്രസിന് 19 സീറ്റുകൾ കിട്ടിയത്. പക്ഷേ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകില്ല. അങ്ങനെയാവുമ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടിയുള്ള വോട്ടായിരിക്കും കേരളത്തിന് ലഭിക്കുക. അതുകൊണ്ട് 5 സീറ്റുകൾ കിട്ടും എന്നൊരു ആത്മവിശ്വാസം ബി.ജെ.പി പ്രകടമാക്കുന്നുണ്ട്. മറ്റൊന്ന് ബി.ജെ.പി പറയുന്നത് ഈ അയോധ്യ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമല്ല, മറിച്ച് ജനങ്ങളുടെ വികാരമാണ്. ആ ജനങ്ങളുടെ വികാരത്തിനൊപ്പം ബി.ജെ.പി നിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന മനുഷ്യച്ചങ്ങലയെക്കുറിച്ച് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരിനെയും CPM-നെയും ഒക്കെ ഒരു പരസ്യ സംവാദത്തിന് വെല്ലുവിളിക്കുകയാണ്. ഇത്തരത്തിലൊരു അവഗണനയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നില്ല. UPA സർക്കാരിൻ്റെ കാലത്ത് കിട്ടിയതിനേക്കാൾ ഇരട്ടി തുകയും ഇരട്ടി പരിഗണനയും ഇപ്പോൾ NDA ഭരിക്കുമ്പോൾ BJP സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് കിട്ടുന്നുണ്ട്. ഒരു അവഗണനയുമില്ല എന്നുള്ളതാണ്. ഏതായാലും സംസ്ഥാന സർക്കാരിനെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരസ്യ സംവാദത്തിനാണ് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുള്ളത്. അതിനേക്കാൾ പ്രധാനം BJP വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിക്കുമെന്നും 5 സീറ്റുകൾ ഉറപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJP വളരെ നേരത്തെ തന്നെ, നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്ത പോലെ തന്നെ, ജനുവരി 30-ന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ക്യാമ്പയിൻ ആരംഭിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. വി.എസ്. രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.